എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു മലബാർ സ്റ്റൈൽ ദം പൊറോട്ട. നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊറോട്ട ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രേവിയും വേണം, അതുപോലെ ഗ്രില്ല് ചിക്കനും വേണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഫുൾ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബിരിയാണി പീസ് വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിനി ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാല കൂട്ടാം. നമ്മളിവിടെ ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ചേർക്കാം. നമുക്കിനി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. നമുക്കിതൊരു നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. നമുക്കിനി അത് ചിക്കനിലോട്ട് മിക്സ് ചെയ്യാം. ചിക്കനൊക്കെ എടുത്തു, ഗ്രില്ലിലുള്ള ചിക്കൻ എടുത്ത് അതിനകത്തോട്ട് മസാല മൊത്തം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലായിടത്തും നന്നായിട്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ടോ ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്രേവി ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് സവോളയൊക്കെ അരിഞ്ഞെടുക്കാം. മാക്സിമം നമ്മൾ 4 സവോളയായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ആവശ്യമുള്ള സവോളയൊക്കെ നമുക്കായിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് കൂട്ടാം. നമ്മളിന്ന് ട്രഡീഷണൽ വെയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് തന്നെയാണ് വിറകടുപ്പാണ് കൂട്ടിയിരിക്കുന്നത്. വെറുതെ കട്ട വെച്ചിട്ടുള്ള വിറകടുപ്പാണ്. തീയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൺചട്ടി വെക്കാം. മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാം ആവശ്യത്തിന്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലോട്ട് കറിവേപ്പില ഇടാം. നമുക്ക് സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഇഞ്ചിയും ഗാർലിക്കും കൂടെ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി നമ്മൾ 2 സ്പൂൺ ഇട്ടു. നമ്മൾ തിക്ക് ഗ്രേവിയായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് മല്ലിപ്പൊടി കൂടുതലിട്ട്. നമ്മൾ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മളിനി ചിക്കൻ മസാലയാണ് ഇടുന്നത്. അപ്പോൾ ചിക്കൻ മസാല കുറച്ചധികം ഇടുന്നുണ്ട്, നമ്മളെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്.
മൂത്തിട്ടുണ്ട്. നമുക്കിനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി 2 ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി വന്നിട്ട് പാകമായി വരുന്നുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഗ്രേവി കുറച്ച് അധികം വെക്കുന്നുണ്ട്, കുറച്ച് തിക്കായിരിക്കും. നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഗ്രേവി നമുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ലിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. നമുക്കിനി ബാക്കി ഗ്രില്ല് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം മസാല വെച്ച് വെച്ചാൽ നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് ആവണേ, കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ സെയിം കനലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രില്ല് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ദമ്മിടാം. അതിന് നമ്മൾ വേറൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തൊരു വാഴയിൽ വെച്ച് കൊടുക്കാം. ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കി വെച്ച ഗ്രേവി ഇല്ലേ, ഗ്രേവി നന്നായിട്ട് നല്ല ഒന്ന് ഇളക്കി എടുക്കണേ. നല്ല ഗ്രേവി, മിക്സ് ആയിട്ടുള്ള ഗ്രേവി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സമയം കൊണ്ട് പൊറോട്ട ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പൊറോട്ട എടുക്കുക, ഒരു പൊറോട്ട എടുത്തിട്ട് അതിൻ്റെ മേലോട്ട് വെക്കുക. പിന്നെ ഗ്രേവി അതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചിക്കൻ പീസും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയായിരിക്കും. കുറച്ച് പച്ച സവോള അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മളിനി ഒരു ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വെക്കുന്നുണ്ടേ. കുറച്ചും കൂടെ ഗ്രേവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നോട്ടെ. പിന്നെ ഒരു പൊറോട്ട വെച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഒരു വാഴയില അതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മൂടി കൊണ്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ സ്മെല്ല്, വാഴയിലയുടെ സ്മെല്ലെല്ലാം കൂടെ കൂടിയിട്ട് ഒരു അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ.